കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഒരിടത്തൊരിടത്ത് ഒരു കഴുതയുണ്ടായിരുന്നു. ഈ കഴുത പണ്ട് നന്നായി ജോലി ചെയ്തിരുന്നു. തന്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്തൊക്കെ ജോലി കൊടുത്താലും അതെല്ലാം കൃത്യമായി കഴുത ചെയ്തിരുന്നു. എത്ര വലിയ ഭാരവും തന്റെ മുതുകിലേറ്റി എത്തിക്കേണ്ട ഇടത്ത് കൃത്യമായി കഴുത എത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെ കഴുതയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാര്യം? കഴുത വയസ്സായി. അതിന്റെ യജമാനൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഹോ, ഈ കഴുതയെ കൊണ്ട് ഇപ്പോ ഒരു കാര്യവുമില്ല, ഇതിന് ഭാരം എടുക്കാനൊന്നും പറ്റില്ല. ഇത് കേട്ടതും കഴുതയ്ക്ക് വലിയ സങ്കടമായി. ശോ, ഇത്രയും കാലം ഞാൻ നന്നായി ജോലി ചെയ്തു, പക്ഷെ ഇപ്പോ എനിക്ക് വയസ്സായപ്പോ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എന്റെ യജമാനൻ പറയുന്നു. ആകെ സങ്കടപ്പെട്ടു കഴുത. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, കഴുത തീരുമാനിച്ചു. നമ്മുടെ ഈ കഴുതയ്ക്ക് പണ്ട് തൊട്ടേ ഒരു വലിയ ആഗ്രഹമുണ്ട്. എന്താണെന്നറിയോ? ഒരു ബാൻഡ് ഉണ്ടാക്കണം. മ്യൂസിക് ബാൻഡ്. പലതരത്തിലുള്ള സംഗീത ഉപകരണങ്ങളൊക്കെ വെച്ച്, വയലിൻ, ഗിറ്റാർ, ഡ്രംസ് ഇതൊക്കെ വെച്ചിട്ട് പാട്ടുകാരും ഒക്കെ ചേർന്ന് നന്നായി പാട്ട് പാടുന്ന ഒരു മ്യൂസിക് ബാൻഡ്. അത്തരത്തിൽ ഒരു ബാൻഡ് ഉണ്ടാക്കണമെന്ന് കഴുത പണ്ടേ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇനി ഒട്ടും വൈകണ്ട, എന്തായാലും യജമാനന് എന്നെ വേണ്ട, എന്നാ പിന്നെ ഞാൻ പോയി ബാൻഡ് ഉണ്ടാക്കുക തന്നെ. ഇനിയുള്ള കാലം ഒരു പാട്ടുകാരനായി അറിയപ്പെടാനാണ് എനിക്കിഷ്ടം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ കഴുത വീട് വിട്ടിറങ്ങി. കുറേ ദൂരം കഴുത യാത്ര ചെയ്തപ്പോൾ അതാ വഴിയിൽ ഒരാൾ നിന്ന് കരയുന്നു. ആരാ? പാവോ പാവോ പാവോ. അത് തന്നെ, ഒരു നായ, ഒരു ഡോഗ്. ഹേ, നീ എന്തിനാ കരയുന്നേ? നമ്മുടെ കഴുത ചോദിച്ചു. കഴുതച്ചാരേ, എന്തു പറയാനാ, ഞാൻ പണ്ടേ വളരെ ഉത്സാഹത്തിൽ ജോലി ചെയ്തിരുന്നു. എന്റെ യജമാനന്റെ വീടിന് നന്നായി കാവൽ നിന്നിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് വയസ്സായി. എന്റെ യജമാനൻ പറയുന്നു, ഈ വയസ്സൻ നായേ ഒന്നിനും കൊള്ളില്ലാന്ന്. എനിക്ക് ആകെ സങ്കടമായി. ഇത്രയും കാലം ഞാൻ നന്നായി ജോലി ചെയ്തു, പക്ഷെ കേട്ടില്ലേ എന്റെ യജമാനൻ പറഞ്ഞത്? ഓ, എന്റെയും അവസ്ഥ അത് തന്നെ. ആര് പറഞ്ഞു? നമ്മുടെ കഴുതച്ചാര്. ബൗബൗ നായേ, നീ ഒരു കാര്യം ചെയ്, നീ സങ്കടപ്പെടണ്ട. ഞാനേ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കാൻ പോവാ. നീയും എന്റെ കൂടെ കൂടിക്കോ. നീ ആ ബാൻഡിലെ വയലിനിസ്റ്റ്, ഞാൻ ആ ബാൻഡിലെ ഡ്രമ്മർ. ആ, അത് നല്ലൊരാശയമാ. എനിക്കും പണ്ടേ പാട്ടിനോട് വലിയ താല്പര്യമാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൗബൗ നായ കഴുതച്ചാരുടെ കൂടെ കൂടി. അങ്ങനെ കഴുതച്ചാരും ബൗബൗ നായയും കൂടെ നടന്നു പോകുമ്പോഴുണ്ട് ദേ വേറൊരാള് വഴിയിൽ നിന്ന് കരയുന്നു. ആരാ? മ്യാവോ മ്യാവോ മ്യാവോ. പൂച്ചച്ചാരേ, നീ എന്തിനാ കരയുന്നേ? നമ്മുടെ കഴുതച്ചാര് ചോദിച്ചു. ഞാനേ പണ്ടേ എന്റെ യജമാനന്റെ വീട്ടിലെ നന്നായി ജോലി ചെയ്തിരുന്നു. എലികളെയൊക്കെ ഓടിച്ചു പിടിച്ചിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് വയസ്സായി. എനിക്ക് എലിയുടെ പിന്നാലെ വേഗത്തിൽ ഓടാൻ പറ്റുന്നില്ല. യജമാനൻ പറയുന്നു, എനിക്ക് വയസ്സായി, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന്. എനിക്ക് ആകെ സങ്കടമായി. നന്നായി ജോലി ചെയ്തിരുന്ന എന്നെ യജമാനൻ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ യജമാനന്റെ വീട് വിട്ട് വെളിയിലേക്ക് വന്നു. മ്യാവ് മ്യാവ് മ്യാവ്. ഓ, മ്യാവു മ്യാവു പൂച്ചച്ചാരേ, നീ വിഷമിക്കണ്ട. ദേ, ഞാനും ബൗബൗ നായയും കൂടി ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കാൻ പോവാ. നീയും ഞങ്ങളുടെ കൂടെ കൂടിക്കോ. നീയാണ് ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ്. ആ, മ്യാവ് മ്യാവ് മ്യാവ്. അതെ, എനിക്കും പാട്ട് വലിയ ഇഷ്ടമാ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട്
കഴുതച്ചാരും ബൗബൗ നായയും മ്യാവു മ്യാവു പൂച്ചയും കൂടി നടന്ന് 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 പോകുമ്പോഴേ ദേ വേറൊരാള് നിന്ന് കരയുന്നു. കൊക്കരക്കോ കൊക്കരക്കോ കൊക്കരക്കോ. കൊക്കരക്കോ പൂവൻകോഴി, നീ എന്തിനാ കരയുന്നേ? ഓ അതോ കൂട്ടുകാരെ, പണ്ട് ഞാനേ വലിയ മിടുക്കനായിരുന്നു. ഓടിച്ചാടി ഞാൻ എവിടെയും എത്തും. ഞാനായിരുന്നു ഞങ്ങളുടെ കോഴി സംഘത്തിന്റെ നേതാവ്. പക്ഷെ ഇപ്പൊ എനിക്ക് വയസ്സായി, എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ യജമാനൻ പറയുന്നു, അയ്യോ ഈ കോഴി ഇനി ഒന്നിനും കൊള്ളൂല. എനിക്ക് സങ്കടമായി. അതുകൊണ്ട് കൊക്കരക്കോ ഞാൻ വീട് വിട്ടു പോന്നു. ആണോ? ഞങ്ങൾ എല്ലാവരും ഇതേ അവസ്ഥയിലാ, കഴുതച്ചാര് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവാ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങാൻ പോവാ. നീയും കൂടിക്കോ. നിനക്ക് നല്ല ശബ്ദമുണ്ടല്ലോ, നിനക്ക് ഈ ബാൻഡിലെ പാട്ടുകാരനാവാം. പാട്ട് എനിക്ക് പണ്ടേ ഇഷ്ടമാ. കൊക്കരക്കോ കൊക്കരക്കോ എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊക്കരക്കോ പൂവൻകോഴിയും കഴുതച്ചാർക്കും ബൗബൗ നായയ്ക്കും മ്യാവു മ്യാവു പൂച്ചയ്ക്കും ഒപ്പം കൂടി. അങ്ങനെ അവർ 4 പേരും കൂടി സന്തോഷത്തോടെ നടന്ന് 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 പോവാണ്. രാത്രിയായി, എല്ലാവർക്കും വിശക്കുന്നു. അപ്പോഴുണ്ട് ദൂരെ ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നു. അവിടെ ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ 4 പേരും കൂടി ആ വീടിന്റെ അടുത്തേക്ക് നടന്നു. വെളിച്ചം കണ്ട ഭാഗത്ത് അവരെത്തി. അവിടെ ഒരു ജനൽ. കഴുതച്ചാര് തലയൊന്നുയർത്തി അകത്തേക്ക് നോക്കി. അപ്പോൾ മേശപ്പുറത്ത് ഭക്ഷണം ഇരിക്കുന്നു. കൂട്ടുകാരെ, ദേ ഇവിടെ ഭക്ഷണമുണ്ട്, നമുക്ക് കഴിക്കാം. ആ വീട്ടിലെ ശരിക്കും ആരാ ഉണ്ടായിരുന്നതെന്നറിയോ? കുറെ കള്ളന്മാര്. അവര് പല സ്ഥലങ്ങളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം ഈ വീടിനുള്ളിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. തങ്ങൾക്കൊരു പുതിയ വീടും ആഹാരവും ഒക്കെ കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ കഴുതച്ചാരും കൂട്ടുകാരും ചേർന്ന് ഒരു പാട്ടങ്ങ് പാടാൻ തീരുമാനിച്ചു. എന്നു പറയൊരു പാട്ടങ്ങ് പാടി, അതും വലിയ ശബ്ദത്തിൽ. ഈ പാട്ട് കേട്ടതും എന്തോ ഭീകര ജീവിയാണെന്ന് വിചാരിച്ച്, തങ്ങളുടെ വീട് ആക്രമിക്കാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ച് കള്ളന്മാരെല്ലാം ഇറങ്ങി 4 പാടും ഓടി. ഹോ, ഇതെന്താ നമ്മുടെ പാട്ട് കേട്ട ആൾക്കാരൊക്കെ ഓടുന്നേ? നമ്മുടെ ഗായക സംഘം ചിന്തിച്ചു, സാരമില്ല, എന്തായാലും നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞ് 4 പേരും കൂടി അകത്ത് കയറി ആഹാരമൊക്കെ ഇഷ്ടം പോലെ കഴിച്ചു. ഇനി കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് കള്ളന്മാരെല്ലാവരും നിന്നത്. കള്ളന്മാരുടെ സംഘത്തലവൻ പറഞ്ഞു, കൂട്ടുകാരെ, എന്താണ് നമ്മൾ കേട്ട ശബ്ദം? എന്തോ ഭീകരജീവിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ശബ്ദം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടെ നിൽക്കൂ, ഞാൻ എന്തായാലും നമ്മുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുകയല്ലേ എന്നു പറഞ്ഞുകൊണ്ട് കൊള്ളത്തലവൻ തിരികെ വീട്ടിലേക്ക് വന്നു. രാത്രി സമയമല്ലേ, നല്ല ഇരുട്ടാണ്. കൊള്ളത്തലവൻ വീടിനകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ മ്യാവു മ്യാവു പൂച്ചച്ചാര് കണ്ണും തുറന്നങ്ങനെ ഇരിക്കുകയാണ്. രാത്രി സമയത്ത് ഈ പൂച്ചയുടെ കണ്ണിന് ഭയങ്കര തിളക്കമാ. ഇത് കണ്ടതും കൊള്ളത്തലവൻ കാര്യം മനസ്സിലാവാതെ തിളങ്ങുന്ന 2 കണ്ണുകൾ കണ്ടതും പേടിച്ച് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടം. ചാടിയതെവിടെയാ? ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയിരുന്ന നമ്മുടെ ബൗബൗ നായയുടെ മുകളിലേക്ക്. ബൗബൗ നായ ചാടി എഴുന്നേറ്റ് ബൗ ബൗ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കടി വെച്ചു കൊടുത്തു. കൊള്ളത്തലവന്റെ കരച്ചിൽ കേട്ടതും ഉറങ്ങിക്കൊണ്ടിരുന്ന കഴുത ചാടി എഴുന്നേറ്റു. പേടിച്ച് കാലുമടക്കി ഒരു ചവിട്ടും കൊടുത്തു. അയ്യോ! അപ്പോഴേക്കും തന്റെ കൂട്ടുകാർക്ക് എന്തോ ആപത്ത് പറ്റിയെന്നും പറഞ്ഞ് പാഞ്ഞു വന്ന പൂവൻകോഴി കൊള്ളത്തലവനൊരു കൊത്തും കൊടുത്തു. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കൊള്ളത്തലവൻ വല്ല വിധേനയും അവിടുന്ന് ഇറങ്ങി ഓടി. തന്നെ കാത്തു നിന്ന കൂട്ടുകാരുടെ അടുത്തെത്തി
അയാൾ കാര്യം പറഞ്ഞു. നമ്മളിനി ഒരിക്കലും അങ്ങോട്ട് പോവരുത്. അതേതോ ഭീകര ജീവിയാണ്. അതിന് തിളങ്ങുന്ന കണ്ണുണ്ട്. അത് നമ്മളെ കടിക്കും, അത് നമ്മളെ ചവിട്ടും, അത് നമ്മളെ കൊത്തും. അതൊരു ഭീകര ജീവിയാ. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടതാ. ഇനി ഒരിക്കലും നമുക്ക് അവിടെ പോകണ്ട. വേറെ സ്ഥലം നോക്കാം കൂട്ടുകാരെ, രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് കൊള്ളത്തലവൻ തന്റെ കൂട്ടുകാരെയും കൂട്ടിപ്പോയി. പിന്നെ ഒരിക്കലും ആ വഴി വന്നിട്ടേയില്ല. നമ്മുടെ ഗായക സംഘമോ പിന്നീട് അങ്ങോട്ട് ആ വീട്ടിൽ താമസമാക്കി പാട്ടൊക്കെ പാടി സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഇതാണ് കുഞ്ഞുമണികളെ ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായോ? കഥയോടൊപ്പമേ ഇന്ന് ഒരുപാട് ചക്കര കുട്ടികളുടെ പേരുകൾ പറയാനുണ്ട്. അലൻ റൂമി, അദ്രിത് എന്ന അച്ചുക്കുട്ടൻ, അദ്വൈത് എന്ന കിച്ചുക്കുട്ടൻ, മാധുരി വരുൺ എന്ന ഗൗരിക്കുട്ടി, മേഘന വരുൺ എന്ന കാർത്തുമ്പി, ഐന എന്ന ചക്കു, ജയ്തിൻ അലക്സാണ്ടർ ദീപു എന്ന ജൈത്തുമോൻ, നതാനിയ നിതിൻ എന്ന അന്നമോൾ, ജുവൽ സൂസൻ ദീപു എന്ന മിന്നുക്കുട്ടി, നതാനിയൽ ഡേവിഡ്, നിവാൻ ഡേവിഡ്, സായിദ് ബിൻ ഷാമിൽ എന്ന സായിദുമോൻ, സഹറ ഷാമിൽ, നീല ദീപു, ഈസ, ഹേസൽ മറിയം എന്ന ഹൻസു, ആദം സി ഷാഫി, സോഫി എന്ന ചോപ്പി, ഇഷാനിയ, എസ്തർ, സിയോക്കുട്ടൻ, റോസക്കുട്ടി, ലംഹക്കുട്ടി, ഹെലാമോൾ, ഇമ്രാൻ, നസൽ, യസിൻ മോൻ, യമിൻ കുട്ടൻ, ഹസൻ മോൻ, സാറാമോൾ, ആലിയ, നസ്വ, ഹവ ഷബീർ, മിതാഷി കൃഷ്ണ എന്ന മിത്തുക്കുട്ടി, ഹെയ്ലിൻ ഇവ മറിയം, മഹാലക്ഷ്മി, കെ ആ ഷാഹുൽ, ഐഷി ഗോപൻ, ഉണ്ണിക്കുട്ടൻ എന്ന അദ്വിക് ഗോപൻ, നൈസ ഫാത്തിമ നെല്ലിക്കൽ, ഫൈഹ ഫസ്ന, ഫൈസ ബേബി, ഇഷാൻ പ്രശാന്ത്, നീൽ പ്രശാന്ത്, ദക്ഷ കല്യാണി, യാമി അജയ്, ധ്രുവ് എന്ന അച്ചുക്കുട്ടൻ. പിന്നെ ഫെബ്രുവരി 8 പിറന്നാൾ ആഘോഷിക്കുന്ന ലൂക്ക് തോമസ് ഫിലിപ്പ് എന്ന ലൂക്കാച്ചൻ, ഫെബ്രുവരി 10 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ശിവദത്ത് ആർ, ഫെബ്രുവരി 25 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന നക്ഷത്ര നവീൻ. പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ചക്കരക്കുട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സ്നേഹം അറിയിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും ചക്കരയുമ്മ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേര് പറയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അച്ഛനമ്മമാർ അതൊന്ന് നോക്കിയേക്കണേ. ടാറ്റാ.